DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നവംബർ 26 ബുധൻ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, ടെലികോം വകുപ്പ് രാജ്യമാകെ നടപ്പാക്കാനൊരുങ്ങുന്ന മൊബൈൽ കോളർ ID അഥവാ സിനാപ്റ്റ് സംവിധാനമനുസരിച്ച് വിദേശത്ത് നിന്നുള്ള കോളുകൾക്ക് ഇൻ്റർനാഷണൽ എന്ന് മാത്രമായിരിക്കും എഴുതി കാണിക്കുക. വിദേശ നമ്പറുകൾ ടെലികോം കമ്പനികളുടെ ഡാറ്റാബേസിൽ ഭാഗമല്ലാത്തതിനാലാണിത്. ആഭ്യന്തര കോളുകളിൽ സാധാരണ പോലെ ഫോൺ നമ്പറും പേരുമാണ് ദൃശ്യമാവുക. നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നുള്ള കോളുകളാണെങ്കിൽ വിളിച്ചയാൾ സിം എടുക്കാൻ ഉപയോഗിച്ച തിരിച്ചറിയൽ രേഖയിലെ പേര് കാണിക്കും. കമ്പനികൾ ജീവനക്കാർക്കായി എടുക്കുന്ന സിം കാർഡുകളിൽ നിന്നുള്ള കോളുകളിൽ കമ്പനിയുടെ പേരാകും കാണിക്കുക. ഇതിനായി കമ്പനിയുടെ പേര് തന്നെ സിം കാർഡുകൾക്കും നൽകും. നിലവിൽ മറ്റ് പേരുകളിൽ എടുത്തിട്ടുള്ള ബൾക്ക് സിം കണക്ഷനുകൾ കമ്പനിയുടെ പേരിലേക്ക് മാറ്റാൻ വേണ്ട സൗകര്യം ടെലികോം സ്ഥാപനങ്ങൾ ഒരുക്കണം. വിളിക്കുമ്പോൾ നമ്പറടക്കം വെളിപ്പെടുത്തേണ്ടാത്ത സുരക്ഷാ ഏജൻസികളുടെ രീതി സിനാപ്പ് വന്നാലും അതേപോലെ തുടരും. 2-3 മാസത്തിനുള്ളിൽ രാജ്യമാകെ പദ്ധതി വ്യാപിപ്പിക്കാനാണ് ആലോചന. അടുത്ത അറിയിപ്പ്, ആധാർ കാർഡിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുകയാണ്. ഉടമയുടെ ഫോട്ടോയും QR കോഡ് മാത്രം ഉൾക്കൊള്ളുന്ന പുതിയ ആധാർ കാർഡുകൾ പുറത്തിറക്കാനാണ് നീക്കം. ഓഫ്ലൈൻ വെരിഫിക്കേഷൻ കുറയ്ക്കുന്നതിനും വ്യാപകമായ ഡാറ്റ ദുരുപയോഗം തടയുന്നതിനുമാണ് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഡിസംബർ 1 ഈ നിർദ്ദേശം ആധാർ അതോറിറ്റിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ UIDAI തീരുമാനിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും ഉയർന്ന് 94,000-ലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് പവന് ഒറ്റയടിക്ക് 640 രൂപയാണ് വർദ്ധിച്ചത്. 93,800 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് ആനുപാതികമായി 80 രൂപയാണ് ഉയർന്നത്. 11,725 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില. ഇന്നലെ ഒറ്റയടിക്ക് 1,400 രൂപയാണ് വർദ്ധിച്ചത്. അടുത്ത അറിയിപ്പ്, 2025-26 വർഷത്തെ പ്രൈം മിനിസ്റ്റർ സ്കോളർഷിപ്പ് സ്കീമിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന വിമുക്ത ഭടന്മാരുടെ ആശ്രിതരായ മക്കൾ, ഭാര്യ എന്നിവർക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. scholarships.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഡിസംബർ 15 അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി. ആൺകുട്ടികൾക്ക് പ്രതിമാസം 2,500 രൂപയും പെൺകുട്ടികൾക്ക് 3,000 രൂപയുമാണ് സ്കോളർഷിപ്പ് ലഭിക്കുക. തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് തുക നൽകുക. അടുത്ത അറിയിപ്പ്, ഇന്ത്യയിൽ വിവിധ ബാങ്കുകളുടെ അക്കൗണ്ടിലായി കോടിക്കണക്കിന് രൂപയാണ് അവകാശികളില്ലാതെ കിടക്കുന്നത്. ഇത് കൃത്യമായി അക്കൗണ്ട് ഉടമയ്ക്കോ അവരുടെ അവകാശികൾക്കോ കൈമാറുന്നതിനുള്ള നീക്കത്തിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ് RBI. വാട്സപ്പ് ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ചാണ് RBIയുടെ പ്രചാരണം. പണം തിരികെ ലഭിക്കുന്നതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സന്ദേശം മിക്കവരുടെയും വാട്സപ്പുകളിലേക്ക് എത്തുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.